രാഹുൽ ഗാന്ധി വിളിച്ച എംപിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാതെ ശശി തരൂർ. നേതൃത്വത്തിന് അതൃപ്തി. ഡിസംബർ 19 പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പ് ഇതുവരെയുള്ള പ്രകടനം അവലോകനം ചെയ്യുന്നതിനും കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം പുനഃക്രമീകരിക്കുകയും ലക്ഷ്യമിട്ടാണ് രാഹുൽ ഗാന്ധി പാർട്ടി എംപിമാരുടെ യോഗം ഇന്ന് രാവിലെ വിളിച്ചു ചേർത്തത്. എന്നാൽ ശശി തരൂർ യോഗത്തിൽ സംബന്ധിച്ചില്ല. തരൂർ എന്തുകൊണ്ടാണ് യോഗത്തിന് എത്താതിരുന്നതെന്ന് അറിയില്ലെന്ന് കോൺഗ്രസ് ചീഫ് വിപ്പ് പറഞ്ഞു. നേരത്തെ നവംബർ 18, 30 തീയതികളിൽ നടന്ന യോഗങ്ങളിലും ശശി തരൂർ പങ്കെടുത്തിരുന്നില്ല. പാർട്ടിയുടെ സുപ്രധാന യോഗങ്ങളിൽ നിന്ന് തരൂർ വിട്ടുനിൽക്കുന്നത് ആവർത്തിക്കുന്നതിൽ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും പ്രശംസിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളെ തുടർന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവുമായി ശശി തരൂർ കടുത്ത വിയോജിപ്പിലാണ്. റഷ്യൻ പ്രസിഡന്റ് പുടിന് രാഷ്ട്രപതി ഒരുക്കിയ അത്താഴ വിരുന്നിൽ തരൂർ പങ്കെടുത്തത് വിവാദമായിരുന്നു. രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയെയും ക്ഷണിക്കാത്ത വിരുന്നിലേക്കാണ് തരൂരിനെ മാത്രം ക്ഷണിച്ചത്. അതേസമയം ഡൽഹിയിൽ ഇല്ലായിരുന്നതുകൊണ്ടാണ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് ശശി തരൂരിന്റെ വിശദീകരണം. പ്രഭ കൈത്താൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനായി തരൂർ ഇന്നലെ കൊൽക്കത്തയിലായിരുന്നു. അവിടെ നിന്നും സമയത്ത് ഡൽഹിയിൽ എത്താൻ കഴിയാത്തതിനാലാണ് യോഗത്തിൽ പങ്കെടുക്കാത്തതെന്നാണ് തരൂർ വിശദീകരിക്കുന്നത്. 3 ആഴ്ചയായി നടന്നുവരുന്ന യോഗത്തിൽ നിന്ന് ഇത് 3-ാം തവണയാണ് തരൂർ വിട്ടുനിൽക്കുന്നത്. നവംബറിലായിരുന്നു ആദ്യ 2 യോഗങ്ങളും നടന്നത്. ഇവയിൽ നിന്ന് വിവിധ കാരണങ്ങൾ പറഞ്ഞ് തരൂർ ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. ആദ്യത്തെ തവണ യോഗത്തിൽ നിന്ന് ഒഴിവായതിന് ആ സമയം വിമാനത്തിലായിരുന്നു എന്നായിരുന്നു തരൂരിന്റെ മറുപടി. അന്ന് മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവായ KC വേണുഗോപാലും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. രണ്ടാമത്തെ തവണ നവംബർ 18 നടന്ന യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതിന് ആരോഗ്യകരമായ കാരണങ്ങളാണ് തരൂർ നിരത്തിയത്. അതേസമയം അതിന് ഒരു ദിവസം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഒരു സ്വകാര്യ ചടങ്ങിൽ തരൂർ പങ്കെടുത്തിരുന്നു എന്നതാണ് രസകരമായ വസ്തുത. അന്നത്തെ മോദിയുടെ പ്രസംഗത്തെ പ്രശംസിച്ച് തരൂർ പങ്കുവച്ച പോസ്റ്റ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പ്രധാനമന്ത്രിയെ ഇത്രയധികം ആകർഷകമായി തോന്നുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് വിട്ട് തരൂർ BJPയിൽ ചേരണമെന്ന് പോലും ചില കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. അവസാനമായി തരൂർ പങ്കെടുത്ത പാർട്ടി യോഗം ഒക്ടോബറിലായിരുന്നുവെന്ന് പാർട്ടിയോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചു.